എങ്ങോട്ടാ പോകുന്നത്? ഓ, ഞാൻ ചുമ്മാ. എന്താ അമ്മേ? ഒന്നുമില്ല. വെറുതെ പനി പിടിപ്പിക്കല്ലേ, ഇങ്ങ് കയറി പോരൂ. ഇന്ന് നമ്മുടെ അപ്പൂന്റെ ഡ്രൈവിംഗ് പഠിത്തത്തിന് പോയതല്ലേ, എന്തായാലും അറിയാൻ വേണ്ടിട്ടാ. കാണുന്നില്ലേ ചെറുക്കനെ? ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇവൻ എവിടെ പോയി കിടക്ക? ഇനി മറന്നാളെയോ? അമ്മച്ചി, എന്തൊരു പുതിയത് ഇന്നു താടാ. ഇത് മുഴുവൻ ഒന്നിച്ച് തിന്നു തീർത്തേച്ച് നാളെ ചോദിക്കരുത്. ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി, ഗുളിക കഴിക്കുന്ന പോലെ. ചേച്ചിയോ ഗോവൻ സാർ അറിഞ്ഞ എന്നെ കൊല്ലും. ഇങ്ങടെ താടാ. ചിരിക്കണ്ട. ഈ ജിലേബിയും മധുരപലഹാരമൊക്കെ വാങ്ങിച്ചു തരുന്ന പരിപാടി ഞാൻ നിർത്താൻ പോവാ. നിർത്തി. അതെന്താ? അമ്മച്ചി ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ശരി ശരി, അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ഡ്രൈവിംഗ് പഠിത്തം കഴിഞ്ഞോ? മുഴുവനും ആയില്ല, ഒരുമാതിരിയായി. നല്ല ആശാന. അത് ശരി, നീ പോയിക്കോ, ആരും കാണണ്ട. ആ ശരി. അപ്പോ ഇയാൾ എന്താ അമ്മച്ചി കൊണ്ടുകൊടുത്തത്? ഞാന് പുഷ്പാഞ്ജലി കഴിച്ചെന്റെ പ്രസാദം. ഏത് അമ്പലത്തിലാ പുഷ്പാഞ്ജലി കഴിച്ചതിന് ജിലേബി പ്രസാദം കൊടുക്കുന്നത്? വടക്കൻ അമ്പലത്തിലെ ജിലേബിയാ പ്രസാദം. നോക്കിക്കോ, ഞാൻ ചേച്ചിയോട് പറയുന്നുണ്ട്. ചവിട്ട് വെച്ചോ. എന്താടി? ആരാ സരോജിനി അവിടെ? ആരുമില്ല. അയ്യോ, ഞാൻ പേടിച്ചു പോയി. കള്ളനെ പോലെ ഇരുട്ട് തോന്നുന്നതിനാ? പകല് കാണുമ്പോ കുത്താൻ വരുന്ന പോത്തിന്റെ എരുമയുടെ മോന്തയാണല്ലോ നിനക്ക്. ഇപ്പോഴോ? ഇപ്പോഴോ? ഇപ്പോഴും അതുപോലെ തന്നെ. ഓ, ഇയാള് വലിയ രാജകുമാരൻ. അല്ല, അല്ല, അത് അലമേലും അമ്മയുടെ ബാലയെ പറ്റി. വീടിന്റെ പുറവശത്താണോ നിന്റെ ബാല? എന്റെ ബാലയല്ല, അലമേലും അമ്മയുടെ. സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്കല്ല, എനിക്കാ. നീ കള്ളു കുടിക്കണ്ട. ഇന്നെന്താ ഒരു പുതുമ? ഒരു തൊഴിൽ പഠിക്കുകയും ദുബായി പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്ന നിന്നെ കുടിപ്പിച്ചിട്ട് ഉത്തരവാദിത്വം ഇല്ലാത്തവനാക്കാൻ ഞാനില്ല. തന്നെയുമല്ല, ഇന്നലെ നമ്മൾ ഇത്തിരി കൂടിപ്പോയല്ലോ. പെണ്ണ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ ലിമിറ്റ് ആയിരുന്നല്ലോ, ഇന്നും അത്രയും മതി. മനസ്സിലെ സന്തോഷവും സങ്കടവും ഒക്കെ കൂടിയുള്ള ഒരു തകിടം മറിച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത്തിരി അടിക്കാതെ ഉറങ്ങാൻ ഒക്കെയല്ല രാമൻകുട്ടി. സന്തോഷവും സങ്കടം എന്ന് വെച്ചാ? ദുബായി പോകാനുള്ള സാധ്യത തെളിഞ്ഞ എന്റെ സന്തോഷം. പക്ഷെ അതിനെങ്ങനെ കാശുണ്ടാക്കുമെന്ന് ഓർത്ത് ഭയങ്കര വിഷമം. നീ അതൊക്കെ താ. ഞാൻ എന്റെ ആലയും പറമ്പും കൂടെ ഒറ്റ കൊടുത്താലോ എന്ന് ആലോചിക്ക. ഒറ്റയോ? എടാ, നീ എന്റെ പെങ്ങളെ വഴിയാതാരാക്കല്ലേ. ആ പണം ഉണ്ടാക്കി തിരിച്ചാൽ നമ്മൾ കൊട്ടാരം പണിയത്തില്ലേ? കൊട്ടാരം ഒന്നും പണിയണ്ട, മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള വക ഉണ്ടാക്കിയാൽ മതി. ജീവിക്കാൻ വഴി ഉണ്ടാക്കാം. എന്താ നിർത്താറായില്ലേ? കൊച്ചേട്ടന് അപ്പൂനെ ചീത്തയാക്കുന്നേ. അല്ല, അതെ, ഞങ്ങൾ ഇവനീ ദുബായി പോകുന്നതിനെ പറ്റി. ഓ, വിസ കിട്ടണമെങ്കിൽ കള്ളു കുടിക്കണായിരിക്കും. ഞാൻ പോട്ടെ രാമൻകുട്ടി. ആ ഗ്ലാസിങ് തന്നേക്ക്. അപ്പോഴേ നാളെ കാലത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ആ ഡാൻസ് ഏരിയ വിളിച്ചോണ്ട് വരണമെന്ന്. ഏത് ഡാൻസ് ആരി? ഒരു സുന്ദരി വരുന്നുണ്ടല്ലോ, ചങ്ങനാശ്ശേരിക്കാരി സുഗന്ധി. ആ സുഗന്ധി. അയ്യടാ, എന്തൊരു സന്തോഷം. ഞാൻ പോട്ടെ രാമൻകുട്ടി. ഞാനായിട്ട് നിങ്ങളുടെ ക്രമസമാധാനം തന്നെ തകർക്കുന്നില്ല. വേറെ അകത്തിരിപ്പുണ്ടോ? ഇത്രയായിട്ട് എനിക്ക് വേണ്ട. അയ്യടാ, വെള്ളം മുഴുവൻ കുടിച്ചു. കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണാം കൂടെ വന്നേപ്പൂ ആൺകിളി.
കല്യാണ പ്രായത്തിൽ പെൺമങ്ങൾ ചൂടുന്ന തേങ്ങ വീഴുന്ന ശബ്ദമല്ലേ കേട്ടത്? അതെ അമ്മച്ചി, കിഴക്കേ പറമ്പിൽ ഇപ്പൊ സ്ഥിരം തേങ്ങാമോഷണുണ്ട്. കാടു കുളിരിണു കൂടു കുളിരിണു കാടു കുളിരിണു കൂടു. നീ ആ ടാർച്ച് എടുത്തിട്ട് വന്നേ. വേണ്ട അമ്മച്ചി, കള്ളന്മാരുടെ കയ്യിൽ വല്ല ആയുധം കാണും. നിന്നോട് ടാർച്ച് കൊണ്ടുവരാനല്ലോ പറഞ്ഞത്. ആരാന്ന്? ആരുടേത്? ആരാന്നാ ചോദിച്ചത്? അപ്പുക്കുട്ടനാണോ? അതെ. ഞങ്ങൾ ഓർത്ത് ആരാണ്ട് തേങ്ങക്കള്ളന്മാരാണെന്ന്. അയ്യേ, നീ എന്താ ഇവിടെ കിടന്ന് തപ്പുന്നേ? കീഴാനെല്ലി. എന്തിന്? മഞ്ഞപ്പിത്തം. ആർക്ക്? സരോജനിക്ക്. എന്റെ ദേവി. വൈകിട്ടായപ്പോ പെട്ടെന്നൊരു പനി ഛർദിലും മിറയിലൊക്കെ വന്നു. വൈദ്യനെ വിളിച്ച് കാണിച്ചപ്പം മഞ്ഞപ്പിത്ത. പെട്ടെന്ന് കണ്ടുപിടിച്ചോണ്ട് ഒരാഴ്ചക്കുള്ളിൽ മാറും. നീ അവളോട് പ്രത്യേകം പറയണം പത്തിയം നോക്കാൻ. ഉപ്പ് എണ്ണയൊന്നും കഴിക്കരുതെന്ന് പറ. ഒരാഴ്ച കുളിക്കണ്ടെന്ന് കൂടെ ഞാൻ പറഞ്ഞേ. ശരിയാ, അതാ നല്ലത്. അമ്മച്ചി പൊയ്ക്കണം. അവളോട് സൂക്ഷിക്കാൻ പറയണേ. പാടി. ഇവിടെ എന്താ അമ്മച്ചി കള്ള മണക്കുന്നത്? അത് പിന്നെ ചെത്തുതെങ്ങിന്റെ ചോട്ടിന്ന് കള്ള് കയറത്തില്ലേ? പിന്നല്ലാതെ. അമ്മച്ചി പോയത് ഇത്തൊരു ഉറുമ്പ് ഇത് കടിച്ചു. വായ നോക്കി നിൽക്കാതെ വാടി പെണ്ണേ. സ്ഥലമായി മോളെ ഇറക്കൂ. സൂക്ഷിച്ചിറങ്ങ. അവരെ ആരെ കാണുന്നില്ല മോളെ. സുഗന്ധിയാണോ? അതെ. എന്റെ പേര് അപ്പുക്കുട്ടൻ. എന്നെ അലമേലും അമ്മാള് പറഞ്ഞയച്ചതാ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. നീ ആരാ? അവിടുത്തെ ജോലിക്കാരനാ? അല്ല. നിങ്ങളാരാ? നിങ്ങളോ? സാറിന് എവിടെയോ? സുഗന്ധിയുടെ അച്ഛനാ. വിട്ടുവേലിക്കൈകള് കേട്ടിട്ടില്ലേ? ഈ സ്ഥലത്തിന് പുറത്തുള്ള ഡാൻസുകാരൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ ഡാൻസുകാരനൊന്നുമല്ല. ഈ ചെറുക്ക ശരിയല്ല. കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തൊട്ടടുത്ത നൃത്തവേദി. ഒരു ഫർലോങ് കടന്നാൽ മതി. നടക്കാനോ? മോളെ ഇത് ശരിയാവില്ല. നിന്റെ സ്റ്റാർ ബാലിന് പറ്റിയ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തിരിച്ചു പോയാലോ? ആ പൊയ്ക്കോ. 9-ന് ബസ്സുണ്ട്. ഞാൻ വേണേ കയറ്റി വിട്ടേക്കാം. അമ്മാവാ വളക്കുകയാവൂ, ഒടിക്കരുത്. അച്ഛാ, അപ്പുകുട്ടൻ നടന്നോളൂ, ഞങ്ങൾ വരാം. ആ പെട്ടിയും ഹാർമോണിയും അയാളെ കയ്യിൽ കൊടുക്ക്. വേണ്ട അച്ഛാ, അപ്പുകുട്ടൻ സാരമില്ല, ഞാൻ എടുത്തോളാം. എന്തൊരു ചൂട്. ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കിട്ടൂല. പയ്യൻ, ഇവിടെ എയർ കണ്ടീഷൻ ഹോട്ടലുകളൊന്നുമില്ലേ? ചുമ്മാ ഇരിക്കച്ച. സുഗന്ധി ഇരിക്കെ. അവളവിടെ ഇരുന്നോളും. സുഗന്ധി, ഇവിടെ ബ്രൂ കോഫി ഇല്ലേ? ഇവിടെ പൊടി കാപ്പിയെ കിട്ടൂ. ഇതാണ് ഇവിടുത്തെ പ്രധാന എയർ കണ്ടീഷൻഡ് ഹോട്ടൽ. സാർ ഇരിക്കണം. അമ്മ, അമ്മേ എവിടെ പോയിട്ട് വരുന്നു? അമ്പലത്തിൽ പോയിട്ട് വരിക. കാപ്പി കുടിക്കുന്നോ? അബുക, നല്ലൊരു കാപ്പി. നിന്റെ കീഴാർന്നലി പ്രയോഗം ശരിക്കേറ്റു. ഇവിടെ മഞ്ഞപ്പിത്തൊക്കെ മാറി. കീഴാർനെല്ലി കൊണ്ടുപോയപ്പം മഞ്ഞപ്പിത്തം പോയി. ഇല്ല. എന്താടാ പരുങ്ങുന്നത്? വരണം മച്ചി, വരണം. അബുക, ഇത് അലമേലു അമ്മാളുടെ പുതിയ ഡാൻസുകാരിയാ, സുഗന്ധി. മംഗലത്തെ അമ്മച്ചയാ. ഇവിടുത്തെ വലിയൊരു കുടുംബ. ഇത് സുഗന്ധിയുടെ അച്ഛൻ. എവിടെയാ നിങ്ങളുടെ വീട്? ചങ്ങനാശ്ശേരിക്കടുത്ത് പുഴവാതിൽ. പുഴവാതിൽ എവിടെയാ? വെട്ടുമേനെ കൈമളമാർന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് കൊല്ലും കൊലയും ഉണ്ടായിരുന്ന തറവാടാണ്. ഈ തലമുറയിലെ കാരണവരാണ് ഞാൻ. വെട്ടുമേനി ജനാർദ്ദന കൈമൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കാപ്പി. അമ്മ ഇരിക്കേ. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. എനിക്ക് വേണ്ട.
അമ്മ ഇത് എവിടുന്ന് കിട്ടി? പെരുവഴിന്ന്. എന്ത് പറ്റി അമ്മേ? എന്താ ഉണ്ടായത് ചേട്ടാ? ഉന്തം. ഒരമ്മാവിയമ്മയെ മരുമോൻ ടോളറേറ്റ് ചെയ്യുന്നതിന് ചില ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. അമ്മ എന്ത് ചെയ്തെന്നാ പറയുന്നേ? ഞാൻ ആ ചന്തയിൽ കൂടെ വരുമ്പോ ഇവരെ അബൂബേക്കറിന്റെ കടയുടെ പുറത്തിരുന്ന് കാപ്പി കുടിക്കുന്നു. അങ്ങനെ മഹാറാണിയെ പോലെ. ചുറ്റും കുറെ ഊപ്പകളും ആ അപ്പുകുട്ടനും. എന്റെ മുഖം അവളറിയത്. KD ലിസ്റ്റിലെ ഒരു തന്നെ ചായക്കട, അതും എന്റെ അമ്മാവിയമ്മ. നീ എന്തിനാ ഇങ്ങനെ നിയന്ത്രിക്കാൻ പോകുന്നത്? ഒരു കുട്ടുകത്തെ കാപ്പി തിളപ്പിച്ച് അവരുടെ മുറി കൊണ്ടുവെക്ക്, അല്ല തലേ കോരി ഒഴിക്കേ. അയ്യോ, ഒന്ന് പതുക്കെ, അമ്മ കേക്കും. കേക്കണടി. നാട്ടുകാരുടെ ധാരണ എന്താണെന്ന് അറിയോ? പോലീസുകാരൻ മരുമോൻ അവർക്ക് കാപ്പി പോലും കൊടുക്കാതെ പഷ്ണിക്കിടുകയാണെന്ന്. അങ്ങനെയൊന്നും ആരും ധരിക്കില്ല. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പോസ്റ്റർ എഴുതി ഒട്ടിക്കാൻ നോക്കില്ലല്ലോ നാടികളെ. ചേട്ടൻ പറയുന്നതിലും കാര്യമില്ലേ അമ്മേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ കാപ്പി കുടിക്കരുതെന്ന്? അതും പരസ്യമായിട്ട് ചന്തയിലൊക്കെ വെച്ച്. ചന്ത വെച്ച് എന്നെ കണ്ടപ്പോ അപ്പു എനിക്കൊരു കാപ്പി വാങ്ങിച്ചു തന്നു. ഞാൻ അത് കുടിക്കുകയും ചെയ്തു. അതിനിപ്പോ ഇങ്ങനെ ആകാശം ഇടിഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നല്ല ഗുരുത്വം, നന്നായി വരും, ചോട് കുറയ്ക്കും. കണ്ടാലറിയാം ഇല്ലേ അപ്പുകുട്ടാ? അതെ അതെ, കണ്ടാലറിയാം. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി. പക്ഷെ സുഗന്ധിയുടെ ചൂടിറക്കണെങ്കിലേ ഞാൻ പാടണം, ഇല്ലേ സുഗന്ധി? അല്ല അപ്പുകുട്ടാ, കൈമള സാർ അവിടെ? പുറത്തിരിപ്പുണ്ട്. ആഹാ, കൈമള സാർ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പല്ല് തേക്കോ കുളിക്കോ ഒക്കെ വേണമെങ്കിൽ ആകാം. ഞങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ് ഇതൊക്കെ ഇവിടെയാണോ? അക്കോമഡേഷനോ? ഷോ ഇംഗ്ലീഷ് പോലും അറിയില്ല. ഞങ്ങളുടെ താമസം, ആഹാരം ഇതൊക്കെ ഓ ഇവിടെയാണോ? എന്ന് അതല്ല ഇവിടെ തന്നെയാ. ശരിയാവില്ല. ഏ? ശരിയാവില്ല. അതെന്താ? ശരിയാവില്ല. അതെന്താന്നല്ലേ ചോദിച്ചത്? ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ? ആഹാ, അങ്ങനെ ശരിയാകത്തില്ലെങ്കിലേ ഇവിടെയും ശരിയാകത്തില്ല. ഇതിനേക്കാ കൊടിയേറ്റിയ ആളുകളൊക്കെ ഇവിടെ ഒന്ന് താമസിച്ചിട്ടുള്ളതാ. എടാ അപ്പുകുട്ടാ, നീ ഇത് കേട്ടോ? അയാൾക്ക് ഇവിടെ ശരിയാകത്തില്ലെന്ന്. ശരിയാകത്തില്ലെന്ന് നമ്മളങ്ങ് പറഞ്ഞു വിടുമെന്ന് പറ. അതെ, ഞങ്ങൾ പറഞ്ഞു വിടും. അയ്യോ ടീച്ചർ, അതൊന്നും വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. പ്ലീസ്. ഒരു കൊമ്പത്തെ ഡാൻസർ അയ്യോ വന്നിരിക്കുന്നു. അമ്മാവാ, വളക്കുകയാവൂ, ഒടിക്കരുത്. ഇവര് കൈവിട്ടാ നമ്മുടെ ഗതി പെരുവഴിയാ. ആ സഹിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുക? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളെ പല്ലേപ്പിക്കും കുളിപ്പിക്കാനും വേണ്ടേ? ഞാൻ ചോദിച്ചു, അവരതൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ചെയ്തു കൊടുക്കും അല്ലേ? ആ കൊടുക്കും. നിനക്ക് എന്തിന്റെ അസുഖ? ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക. ഇതിന്റെ പേരെ അസൂയ, കണ്ണുകടി. അസൂയ. എന്നാ എന്തൊന്നാടി വലിച്ചെറിഞ്ഞിട്ട് പോന്ന്? ഇവനെന്താ പിച്ചക്കാരനാണോ? ഞാനവനെ വലിച്ചെറിഞ്ഞില്ലല്ലോ. പാത്രം ഒന്ന് കയ്യുന്ന വഴുതിന്ന് വെച്ച്. പോട്ടമ്മച്ചി, അകത്തിരിക്കാം. ഇവിടെ ഗോപനില്ലല്ലോ. വേണ്ട, ഇവിടെ ഇരിക്കുന്നല്ലേ സുഖം. നല്ല കാറ്റുണ്ട്. ഓ, വലിയ മഹാരാജാവ്. ആ, എങ്ങനെയുണ്ടാ അലമേലുണ്ട് പുതിയ ഡാൻസുകാരി? ആ കൊള്ളാം, കാണാൻ നല്ല രസാ. അവളുടെ അപ്പനൊരു ഗുണമില്ല കേട്ടോ. ആ, നീ അവളോട് ചിടുങ്ങാനൊന്നും പോണ്ട. ആ സരോജിനി എങ്ങനെ അറിയണം, മുട്ടം വഴക്കാവും. ആയി, ഉടക്കായി. അസൂയ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നതില് അവക്ക് അസൂയ. ഞാൻ സരോജിനിയുടെ സൈഡാ. കൂടുതൽ ലോക്യത്തൊന്നും പോണ്ട. ആര് ലോഹ്യത്തിന് പോന്നു? ആ, എന്തോ ആയിടെ നിന്റെ ഡ്രൈവിംഗ് പഠിത്തൊക്കെ? കൈ സ്റ്റഡിയായി. ഇപ്പൊ കാലും കൂടെ തരുന്നുണ്ട്. അതെന്ത്? അമ്മച്ചി, ആദ്യം സ്റ്റിയറിംഗ് മാത്രമേ തരൂ. അത് സ്റ്റഡിയായി കഴിഞ്ഞ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ, അങ്ങനെ അതിന്റെ ഒരു അമ്മച്ചിക്കൊന്നും മനസ്സിലാകത്തില്ല. നല്ല ആശാന. അതെന്തോ നന്നായിട്ട് പഠിച്ചോളണം. ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കരുത്. ഇവിടുത്തെ ഗോപൻ ഓടിക്കുന്ന പോലെ. ദുബായിൽ ചെന്നാലും പതുക്കെ ഓടിച്ചാ മതി. അവിടുത്തെ മുതലാളിക്ക് സ്പീഡിൽ പോണമെങ്കിലോ? അങ്ങനെയുള്ള മുതലാളിയുടെ കൂടെ എന്റെ മോൻ ജോലി ചെയ്യണ്ട. ഇല്ല. ആ പുഷ്കരം വാടക തന്നില്ലല്ലോടാ. അയ്യോ, ഞാനതങ്ങ് മറന്നു. വൈകുന്നേരം ചന്തയിൽ ചെന്നപ്പോ ഓർത്തതാ.
അപ്പൊ അവിടെ വലിയ തിരക്ക്. അവന് മാനക്കേട് വേണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ ചോദിക്കാന്ന് വെച്ചു. അവൻ മഹാകള്ളനാണ് കേട്ടോ. ഇപ്പൊ തന്നെ 4 മാസത്തെ വാടക തരാനുണ്ട്. അങ്ങനെ മഹാകള്ളനൊന്നുമല്ല, അരക്കള്ളനാ, ബുദ്ധിമുട്ടുകാരനാ. ഞാൻ ചോദിക്കാം. കൃഷ്ണമ്മേ, ഇച്ചിരി കാപ്പി. ആ വലിയ ഗ്ലാസ് എടുത്തോ. അവൻ നടന്ന് ക്ഷീണിച്ചു വരിക. എനിക്ക് ചെറിയ എനിക്കാ വേണ്ടമ്മച്ചി, രാവിലെ തന്നെ ഞാൻ ശോ. അമ്മേ, എടാ ഇത് കാപ്പിയല്ലേ? അല്ല ജീരകമുള്ള കാപ്പി വെച്ചമേത് കാപ്പിയല്ല, കൂപ്പി പൊടി. കുടിച്ച എന്നേക്കാളാണോ നിശ്ചയം? അമ്മയ്ക്ക് കാപ്പി കുടിച്ചുകൂടാന്ന് നിനക്കറിയാവുന്നതല്ലേ? രാവിലെ കിട്ടിയതും പോരാ, ജിലേബി, ലഡു, കാപ്പി. എന്താ അമ്മയെ കൊല്ലാനാണോ? ഹ്. മലയാളി നാശം പിടിക്കാൻ അച്ഛനാണെന്ന് തോന്നുന്നു. എടാ, ഞാൻ കുളിക്കുകയാണെന്ന് പറ. ഓഫീസ് റൂമിൽ കൊണ്ടിരുത്ത. അവളോട് പുറത്തങ്ങ് ഇറങ്ങരുതെന്ന് പറഞ്ഞ. ശരി. എന്റെ മുതലാളി ഉണ്ടാകത്ത് മുതലാളി കൊണ്ടോടാ. ഉണ്ട് സാർ. വരണം വരണം ഇൻസ്പെക്ടർ സാർ. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ഈ വീടൊന്ന് പരിശോധിക്കണം. ഒന്ന് എഴുതാക്കണം മിസ്റ്റർ. എന്താ താൻ ധരിച്ചു വെച്ചിരിക്കുന്നത്? രാഷ്ട്രീയത്തിൽ പിടിപാടും കുറച്ച് പണം ഉണ്ടെന്ന് കരുതി എന്ത് പോകൃദ്രവം കാണിക്കാമെന്നോ? ഈ എസ്റ്റേറ്റ് എവനെയൊന്നും കണ്ട് ഭയപ്പെടുന്നവനല്ല ഞാൻ. സാറെന്തോ തെറ്റിദ്ധരിച്ച് പറയുകയാണ്. ഞാൻ അങ്ങനെയുള്ള ആളെയല്ല. സാറിരിക്കണം. അഭിനയം വേണ്ട. പട്ടാപ്പകൽ മദ്യപാനം, വ്യഭിചാരം, നീങ്ങടാ. സാർ, ആരോ എന്നെയും എന്റെ അച്ഛനെ അവഹേളിക്കാൻ വേണ്ടി കരുതി കൂട്ടി പെറ്റീഷൻ അയച്ചു കാണും. ഞാൻ മദ്യം കൈകൊണ്ട് തൊടാറേയില്ല. ഏത് പെൺകുട്ടിയെ കണ്ടാലും സ്വന്തം സഹോദരിയെ പോലെ കരുതുന്നവനല്ലേ ഞാൻ. ഇത് മദ്യമല്ലേടോ? അതെ. അപ്പൊ പിന്നെ സഹോദരി എവിടെ? അകത്തുണ്ട്. ആ, ഓ, ആശ്വാസം. നന്നായി, അവൾ വന്നല്ലോ. ഞാൻ വിചാരിച്ചു പറ്റിക്കൂ. ആഹാ, ഇതാര്? എടി എലിസബത്തെ, നീ എവിടായിരുന്നു ഇത്രയും കാലം? ഓ, സർക്കിൾ അദ്ദേഹം അപ്പനെ മറന്നിട്ടില്ല. നിന്നെ എനിക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റൂ? അല്ല, ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ നിന്റെ കൂടെ. അവനെവിടെ? ഓ, കളഞ്ഞു. അരെ, നീയോ അവനോ? പിടിക്കോ, പൊക്കിക്കോ. ഇങ്ങോട്ട് കൊണ്ടുപോകല്ലേ. എന്റെ പുഷ്കരൻ ചേട്ടാ, എന്നെ ഒന്ന് വേഗം വിട്. നേരും അങ്ങ് ഇരുട്ടി. പ്രായമായൊരു കുട്ടികളും അങ്ങ് നേരത്തെ വീട്ടിൽ പോട്ടെ. തങ്കമണിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ മില്ലിൽ അടച്ചിട്ട് ഈ പുഷ്കരൻ ചേട്ടൻ തന്നെ നിന്നെ കിട്ടിക്കൊണ്ടുപോകും. ചേച്ചി പോയാട്ടെ, ഞാനിവന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. തൊട്ടുപോലെ തന്നെ മെയിൻ സ്വിച്ച്. അല്ല വേണ്ട, വാടക തരാത്തോണ്ട് നിന്റെ ഫ്യൂസ് ഞാൻ ഊരിക്കൊള്ളാം.